അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വറെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റ് ഇടില്ല എന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇട്ടതെല്ലാം പിൻവലിച്ചു. ക്ലൗഡിൽ നിന്ന് പിൻവലിക്കാമെന്നും കോടതിയിൽ രാഹുൽ ഈശ്വർ അറിയിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ജയിലിലേക്ക് പോകുമ്പോഴും താൻ ഈ നടത്തുന്നതെല്ലാം മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള സമരമാണ്, തന്റെ ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് പറഞ്ഞ രാഹുൽ കോടതിയിൽ ഗത്യന്തരമില്ലാതെ ഇതെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് സമ്മതിച്ചു എന്ന വാർത്ത കൂടിയാണോ വരുന്നത്? കോടതി എന്തുകൊണ്ടാണ് ജാമ്യ ഹർജി പരിപൂർണമായി തള്ളിക്കളഞ്ഞത്? സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനം രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കണ്ടന്റുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കേസെടുത്തിട്ട് സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലാകുകയും പിന്നീട് പോലീസ് മറ്റ് നീക്കങ്ങളിലേക്ക്, അതായത് കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്ത് 1 ദിവസമാണ് കഴിഞ്ഞ ആഴ്ചയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. അതിന് പിന്നാലെയാണ് ACJM കോടതിയിലെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സെഷൻസ് കോടതിയെ സമീപിക്കുന്ന നീക്കം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ താൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ അടക്കം നീക്കം ചെയ്യാമെന്ന് രാഹുൽ ഈശ്വർ ഉറപ്പു നൽകിയിരുന്നു. അതോടൊപ്പം താൻ FIRലെ വിശദാംശങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകന്റെ വാദം. പക്ഷേ അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ട് എന്ന് ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിച്ച പോലെ കോടതിക്ക് അത് സംബന്ധിച്ച ഒരു ബോധ്യമുണ്ടായിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. കാരണം ഒരേ സംഘടിത സ്വഭാവത്തിലാണ് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ നടന്നത്. അവിടെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പുറമെ കുറിപ്പുകളായി കൂടി, അതായത് വലിയ തരത്തിൽ ചാറ്റുകളായി കൂടി ഇത്തരം വിവരങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പങ്കുവെക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് കൃത്യമായ ഒരു ഗൂഢാലോചനയെ തുടർന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങൾ FIRൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ വിശദമായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. അതിന്റെ ഭാഗമായി നിലവിൽ ഈ റിമാൻഡിലായ അന്ന് മുതൽ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാതെ നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ. അത് അങ്ങനെ തുടരുന്നതിനിടയിലാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ. എന്നാലും ഇന്ന് ജാമ്യം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കെത്ത തിരിച്ചടിയായി മാറുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ വിധി. അങ്ങനെയെങ്കിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ 3 ദിവസത്തേക്ക് രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അങ്ങനെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ രാഹുൽ ഈശ്വറിനെ വിധേയമാക്കേണ്ടതുണ്ടെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.